നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ രാജീവ് പുനൂര്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോവുകയാണ്. അതായത് നമ്മളെല്ലാ ആൾക്കാരും സോഷ്യൽ മീഡിയയിലൂടെയാണ് പല ആൾക്കാരും സജീവമായിട്ട് നിൽക്കുന്നത്. അതിൽ നിന്ന് പലരും വരുമാനം കണ്ടെത്തുന്ന ആൾക്കാർ വരെയുണ്ട്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സാണ് പലരുടെയും യൂട്യൂബ് എന്ന് പറയുന്നത്. യൂട്യൂബ് വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിലൂടെ ധാരാളം പണം സമ്പാദിക്കുന്ന ആൾക്കാരുമുണ്ട്. എന്നാൽ പുതിയ ആൾക്കാർ ഒരുപാട് പേരും ഇതിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ അവരുടെ അൽഗോരിതത്തിലെ ഒരു വലിയ ട്വിസ്റ്റ്, ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2027 ആദ്യ പാദത്തിൽ സംഭവിക്കാൻ പോകുന്നു. അപ്പം എത്രയും പെട്ടെന്ന്, അതായത് നേരത്തെ ഉള്ള കാര്യം എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും 4000 വാച്ചിങ് അവറും 10 മില്യൺ ഷോർട്സും ഉണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ നേരെ 2 ഇരട്ടിയിലേക്ക് പോയിരിക്കുകയാണ്. അതായത് 1000 സബ്സ്ക്രൈബർ കൗണ്ട് എന്നുള്ളത് നിലനിർത്തുകയും മറ്റ് ക്രൈറ്റീരിയ ആയിട്ടുള്ളത് 4000 വാച്ചിങ് അവർ എന്നുള്ളത് 8000 വാച്ചിങ് അവറിലേക്ക്, 10 മില്യൺ ഷോർട്സ് എന്നുള്ളത് 20 മില്യൺ ഷോർട്സിലേക്കും ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് പുതിയ ആൾക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളെ മോണിറ്റൈസേഷൻ ആയിട്ടില്ലാത്ത ചാനലുകാർക്കെല്ലാം വലിയൊരു ബുദ്ധിമുട്ടാണ്. കാര്യം 4000 വാച്ചിങ് അവർ എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ്. കാര്യം നമ്മൾ ധാരാളം യൂട്യൂബേഴ്സുള്ള ലോകത്താണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ അത്യാവശ്യം ആൾക്കാർ സ്വാധീനിക്കാൻ സാധിക്കണം. ഒന്ന്, അവർ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നല്ലൊരു ശതമാനം കണ്ടാൽ മാത്രമേ നമുക്ക് വാച്ചിങ് അവർ കയറുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് നല്ല നല്ല വീഡിയോ കണ്ടൻറ്റ് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ 4000 വാച്ചിങ് അവറിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ കടമ്പയാണ്. ആ കടമ്പയാണ് ഇപ്പോൾ 8000 വാച്ചിങ് അവറിലേക്ക് മാറ്റിയിരിക്കുന്നത്. 2027 ആദ്യ പാദത്തിൽ ഇത് വരികയാണ്. അതുകൊണ്ട് ചെറിയ സബ്സ്ക്രൈബർ കൗണ്ടിലും വാച്ചിങ് കൗണ്ടിൻ്റെ ചെറിയ കൗണ്ടിലും ഒക്കെ പുറകിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരൊന്ന് പരമാവധി നന്നായിട്ടൊന്ന് ശ്രമിച്ചാൽ ഒരു 2-3 മാസം കൊണ്ട് നമ്മുടെ ചാനലിനെ ഡെവലപ്പ് ചെയ്ത് മോണിറ്റൈസേഷനാക്കി എടുക്കാൻ പറ്റും. ആ ഒരു സമയം കഴിഞ്ഞാൽ 2027 ആദ്യ പാദമായി കഴിഞ്ഞാൽ തീർച്ചയായും അത് പുതിയ യൂട്യൂബ് അൽഗോരിതത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ, അതനുസരിച്ച് മാത്രമേ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങളുടെയൊക്കെ ചാനൽ ചെറിയ കൗണ്ടിൻ്റെ ഇതിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് പരിശ്രമിച്ചാൽ ശരിയായി കിട്ടും. അതല്ല വലിയ കൗണ്ട് ഉണ്ടെങ്കിലും നന്നായി ഹാർഡ് വർക്ക് ചെയ്തതിനാൽ തീർച്ചയായും ചെയ്തെടുക്കാൻ പറ്റും എന്ന കാര്യമാണ്. ആരും നിരുത്സാഹപ്പെടുത്തുന്നു ഇല്ല, ആരെയും വിഷമിപ്പിക്കുന്നുമില്ല. എല്ലാ ആൾക്കാരും നന്നായിട്ട് പരിശ്രമിച്ചാൽ ഒരു മാസം കൊണ്ട് ഒരാഴ്ച കൊണ്ടൊക്കെ വാച്ചിങ് അവർ കവർ ആൾക്കാരും ഉണ്ട് അതുപോലുള്ള കണ്ടൻറ്റുകൾ ചെയ്യുമ്പോൾ. അപ്പം അതും എല്ലാവർക്കും അതുപോലെ എത്തപ്പെടാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ സിനിമ ചെയ്യുന്ന പോലെയാണ്. കോടികൾ മുടക്കി സിനിമ ചെയ്ത് കഴിഞ്ഞാലും പരാജയപ്പെടുന്ന ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ചില വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ജനം സ്വീകരിക്കണം എന്നില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ചില വീഡിയോസ് പരാജയമായിരിക്കാം, ചില വീഡിയോസ് നന്നായിട്ട് ജനങ്ങൾ സ്വീകരിക്കും. അപ്പം നന്നായിട്ട് സ്വീകരിക്കുന്ന വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വാച്ചിങ് അവറിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയും ഉണ്ടാക്കാം. നമ്മൾ കുറച്ച് സുഹൃത്തുക്കളോട് പോലും ഒന്ന് സബ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ചെയ്തു തരും. അല്ലെങ്കിൽ കുറച്ച് റിലേറ്റീവ്സിനോട് ചെറിയ കൗണ്ടൊക്കെ ആണെങ്കിൽ വ്യത്യാസമുള്ള അവരോടൊക്കെ പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ സഹായിക്കുമായിരിക്കും. പക്ഷേ അല്ലാത്ത ആൾക്കാർക്കെന്ന് പറയുന്നത് ഈ വാച്ചിങ് അവറും എല്ലാം വലിയൊരു ഘടകമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്രയും പെട്ടെന്ന് ഇത് ഒരു കടമ്പ കടക്കാൻ ശ്രമിക്കുക. അപ്പം ഇതൊരു വീഡിയോ ചെയ്യാനുള്ള പർപ്പസ് ചെയ്തതല്ല. നമ്മുടെ സ്മാർട്ട് ഫോൺ സവാരിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ ഒത്തിരി ആൾക്കാർ ഇത് അറിഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും ചില കാര്യങ്ങൾ ഒരു ട്യൂട്ടോറിയലായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അവയർനെസ് ആയിട്ട് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. കാര്യം നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ പലർക്കും ഇത് അറിയപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സീരിയസ് ആയിട്ട് കണ്ടോട്ട് എന്ന് കണ്ട് മാത്രം ഞാൻ ഈ ഒരു കാര്യം നമ്മുടെ ചാനലിൽ ഒന്ന് പറയുകയായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നും ഇഷ്ടപ്പെട്ടു കാണുമെന്നും വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.